ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാനൊരു സ്റ്റീം ചെയ്ത സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനൊരു കുക്കുംബർ, സബോള, കോവയ്ക്ക, 2-3 ബീൻസ്, പച്ചമുളക്, പിന്നെ ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലെറ്റ്യൂസ് ലീഫ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കനം കൂടിയാൽ നമുക്ക് ചവച്ച് തിന്നാൻ ഭയങ്കര പാടായിരിക്കും. കനം കുറയുമ്പോൾ ടേസ്റ്റും കൂടുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ നേർത്ത് അരിഞ്ഞ് ഇത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നും. ഇത് റെഡിയാക്കാൻ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസിൻ്റെ ആ വെള്ള പോർഷൻ, തണ്ടുകൂടിയുള്ള പോർഷൻ ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റീം ചെയ്യാൻ എടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് പിന്നീട് എല്ലാം സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാൽ മതി ഇതിലേക്ക്. സ്റ്റീമറിൽ വെള്ളം തിളച്ച് കഴിഞ്ഞ് നമുക്കിതെല്ലാം കൂടെ ഇടാം. എൻ്റെ ഒപ്പം ലെറ്റ്യൂസിൻ്റെ തണ്ടും കൂടെ ഇതിനിടുന്നുണ്ട്. ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കൂടി അത്രയും മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അധികം വേവിച്ചെടുക്കരുത്. കുറച്ച് സമയം 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഉടഞ്ഞൊന്നും പോകരുത്. ഇതിനകത്ത് മുളക് ചേർത്തിട്ടുണ്ട്. മുളക് വേണ്ട, കുരുമുളക് പൊടിയാണെങ്കിൽ നമുക്ക് അവസാനം ചേർത്താൽ മതി. ഇത്രയും മതി. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ലെറ്റ്യൂസ് ലീഫും കൂടെ ആഡ് ചെയ്തേക്കാം. അത് നേരത്തെ ആഡ് ചെയ്യാൻ ഇത് വെന്ത് കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് വേവിന് നമുക്ക് കിട്ടും. പിന്നെ വേണ്ടുന്ന യോഗട്ടാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത ഫുൾ ഫാറ്റ് യോഗട്ടാണ്. 2-3 സ്പൂൺ എടുത്ത് മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂണ് പിങ്ക് സോൾട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ആഡ് ചെയ്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാലഡിലേക്ക് ആഡ് ചെയ്യാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റീം ചെയ്ത സാലഡാണിത്. പുളി അധികം ഇല്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചെടുത്താൽ മതിയായിരിക്കും. ഇത് ഞാൻ പുളി ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഒരു വൈകുന്നേരം ഒരു 7:30 ആകുമ്പോൾ തന്നെ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ വെയിറ്റ് ഒരുപാട് കുറയും. വയറും അതിനോടൊപ്പം കുറയും. കാരണം ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കും. കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ മുമ്പ് ഫുഡ് കഴിച്ചാൽ മതി. ഈ സാലഡിൽ ഒരുപാട് വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോ വെജിറ്റബിൾസിൻ്റെയും ഗുണങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിൽ. കയറി കണ്ടാൽ അത് മനസ്സിലാവും. ഈ സാലഡ് വളരെ ടേസ്റ്റാണ്. ഉപ്പ് കുറവാണെങ്കിൽ ശകലം കൂടി ചേർത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി വേണ്ടുന്നവർ മുളക് ഉപേക്ഷിച്ചിട്ട് കുരുമുളക് പൊടി അവസാനം വിതറിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു സാലഡാണിത്. അതുമാത്രമല്ല, നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഇതുപോലത്തെ സാലഡൊക്കെ ഉണ്ടാക്കി രാത്രിയിൽ കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് നന്നായി കുറയും. രാത്രിയിൽ അധികം ചോറൊന്നും കഴിക്കാതെ ഇത് മാത്രം കഴിച്ച്, അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഒരു തവി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെയിറ്റ് നന്നായി കുറയും. വയറും നല്ലതുപോലെ കുറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.